ദുരന്താശ്വാസം ഇങ്ങെടുത്താം. i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ് ജനങ്ങളുടെ പ്രതികരണങ്ങൾ. i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റിൽ ഇന്നലത്തെ ഞങ്ങളുടെ ചോദ്യം ദുരിതാശ്വാസ വിഷയത്തിൽ ജനങ്ങളുടെ പ്രതികരണങ്ങൾ തേടിയുള്ളതായിരുന്നു. ആ ചോദ്യത്തിനുള്ള ജനങ്ങളുടെ പ്രതികരണങ്ങൾ കേട്ടാലും ഇന്നലത്തെ ഞങ്ങളുടെ വീഡിയോയുടെ താഴെയുള്ള കമന്റുകളിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ ചിന്താഗതി എന്താണെന്നുള്ള ഒരു ഏകദേശ രൂപം കിട്ടും. ഇത് കണ്ട് പിണറായി വിജയനും സർക്കാരും പരിഭവിച്ചിട്ട് കാര്യമില്ല. ജനങ്ങൾ അവിടെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രതികരിക്കുന്നതാണിത്. പലരും പലതരത്തിലുള്ള ചിന്താഗതിയുള്ളവരാണ്, വിവിധ മതരാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളിൽ വിശ്വസിക്കുന്നവരുമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളും അഭിപ്രായ പ്രകടനങ്ങളുമെല്ലാം വ്യത്യസ്തമാകാം. നല്ല ഭരണാധികാരികൾ ഈ അഭിപ്രായ പ്രകടനത്തിന്റെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കി സ്വയം വിശകലനം ചെയ്യുകയും സ്വയം മാറുകയും മാറ്റം കൊണ്ടുവരുവാൻ ശ്രമിക്കുകയും ചെയ്യും. അപ്രകാരം ഉണ്ടാകുമെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് ഞങ്ങൾ ഈ പ്രതികരണങ്ങൾ സംരക്ഷണം ചെയ്യുന്നത്. അല്ലാതെ ആരെയും ബോധപൂർവം ഇകഴ്ത്തുവാനല്ല. ഇനി ജനങ്ങളുടെ പ്രതികരണങ്ങളിലേക്ക്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 10 പൈസ വാങ്ങാനായിട്ട് ഇന്ന് നിലവിലുള്ള സർക്കാരിനോ സർക്കാരിൻ്റെ ഏജൻസികൾക്കോ ഏതൊരു നിലയിലുള്ള ധാർമ്മിക യോഗ്യതയില്ല. കഴിഞ്ഞ കാലങ്ങളിൽ പിരിച്ചെടുത്ത പണത്തിന് ശരിയായ നിലയിൽ കണക്ക് പറയാനും അത് ആർക്കു വേണ്ടിയാണോ പൊതുജനം കൊടുത്തത് അതിനെ പ്രയോജനപ്രദമായ നിലയിൽ ചെലവഴിക്കാതെ പാവങ്ങളുടെ ചെരുപ്പ് തേക്കുന്ന, ഇന്നതുവരെ അവർക്ക് വേണ്ട നിലയിലുള്ള സഹായങ്ങൾ കൊടുക്കാതെ തമ്പുരാൻ്റെ വീട്ടിൽ യാചിക്കാൻ വന്നു നിൽക്കുന്ന ആളുകളോട് പെരുമാറുന്ന രീതിയിൽ ദുരിതബാധിതരായ ആളുകളോട് പെരുമാറിയിട്ടുള്ള ഇവർക്ക് ഒരു കാരണവശാലും ഇവരെ വിശ്വസിച്ചുകൊണ്ട് പണം ഏൽപ്പിക്കാൻ പാടില്ല. സാധുക്കൾ നല്ല ഉദ്ദേശത്തോടുകൂടി അവരുടെ വയറ് മുറുക്കി കെട്ടിക്കൊണ്ട് ചെലവാക്കുന്ന പണം അർഹരായവരിലേക്ക് എത്തിക്കുന്ന ഏതെങ്കിലും സന്നദ്ധ സംഘടനകൾ അവിടെ ഡയറക്റ്റ് ബന്ധപ്പെടുന്ന ആളുകളെ മനസ്സിലാക്കി അത് കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒരു കാരണവശാലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് എന്ന് പറഞ്ഞ് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്ന മുഖ്യനെ ഒരു പൈസ പോലും ഏൽപ്പിക്കാൻ പാടില്ല. അത് നമ്മൾ കള്ളനെ കാവലേൽപ്പിക്കും പോലെ ആയിരിക്കും. 10 പൈസയുടെ പ്രയോജനം പൊതുജനത്തിനുണ്ടാവില്ല. അത് പിണറായിക്കും പിണറായിയുടെ സിൽബന്തികൾക്കും ഇവിടുത്തെ അന്തംഗമ്മികൾക്കും മാത്രം പ്രയോജനമായിരിക്കും. അർഹരിൽ അതെത്തുകയില്ല എന്ന് ഉറപ്പായ സത്യം. സത്യങ്ങളെ ചിരിഞ്ഞും പിരിഞ്ഞും നോക്കാതെ തുറന്നു പറയാൻ കാണിക്കുന്ന സുനിൽ മാത്യുവിൻ്റെ ആർജവത്തിന് നന്ദി. നന്മ ഉണ്ടാവട്ടെ എന്നാഗ്രഹിക്കുന്നു. തിന്മയുടെ വക്താക്കൾ ഉപദ്രവിക്കാതിരിക്കട്ടെ. അവരുടെ ഉപദ്രവത്തിൽ നിന്നും സർവ്വലോക സംരക്ഷകൻ സുനിലിനെ സംരക്ഷിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് ഓഡിറ്റബിൾ ആണെങ്കിലും അത് ജനത്തിൻ്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ട ഒരു സംഗതിയാണ്. അതിൽ പണമിടുന്ന സാധാരണക്കാരൻ്റെ പണം കൃത്യമായി വിനിയോഗിക്കപ്പെടുമെന്ന് ഉറപ്പുവരുത്താൻ യാതൊരു സാധ്യതയില്ല. എന്നാൽ വൻ മുതലാളിമാർ അതിനകത്ത് പണമിടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് അവരുടെ ടാക്സ് റെഡ്യൂസ് ചെയ്ത് കിട്ടും. അതുകൊണ്ട് മാത്രമാണ് വൻ മുതലാളിമാർ അതിനകത്ത് പൈസ ഇടുന്നത്. അവർക്കിപ്പോൾ അത് മാസപ്പടിയായിട്ട് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ റേറ്റിംഗ് കിട്ടുകയും ചെയ്യും, കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. തന്നെ ഇതിനു മുമ്പ് പല ആളുകൾക്കും അനാവശ്യമായി ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം അനുവദിച്ചു കൊടുത്തിട്ടുള്ള സാഹചര്യവും അർഹതപ്പെട്ടവർക്ക് കിട്ടാതിരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് കൊണ്ട് അത് ഒട്ടും വിശ്വസനീയമായ ഒരു സാധനമാണെന്ന് തോന്നുന്നില്ല. പ്രകൃതിക്ഷോഭം വന്നാൽ എങ്ങനെയെങ്കിലൊക്കെ അത് തീരുമാനം ഉണ്ടാക്കി അതെല്ലാം മാറ്റിയെടുക്കാൻ പറ്റും. ഈ ദുരന്തങ്ങളെ എങ്ങനെ മാറ്റും? ദൈവമേ, വന്നു പോയത് ഇതുങ്ങൾ മാറുമില്ല, മാറ്റാനും പറ്റുമല്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇട്ടിക്കണ്ണി പോലെ പിടിച്ചു തൂങ്ങി കിടക്കുക. ജനങ്ങളുടെ പൈസയും തിന്ന് ജനങ്ങളുടെ പൈസയും കൊണ്ട് സൗജന്യ യാത്രയും ചെയ്ത് അണ്ടിപ്പരിപ്പും തിന്ന് ബദാമും തിന്ന് ഇങ്ങനെ നടക്കുക. അയ്യോ, നിങ്ങൾ ദയവ് ചെയ്തിട്ട് എൻ്റെ പൊന്നു മന്ത്രിമാരാന്ന് പറയുന്ന മന്ത്രന്മാരെ ഞങ്ങൾ വീട്ടിലെങ്ങാനിരിക്കുക. ജനങ്ങൾ നടത്തിക്കോളും കാര്യങ്ങൾ. ലോകത്തുള്ള സകലമാന ജനങ്ങളെ സഹായതും കൊണ്ട് ഓടിയെത്തുന്നുണ്ട്. നിങ്ങൾ എന്തിനാ പോയേ? നിങ്ങൾ അതിൻ്റെ ഒരു ഓഹരി തിന്നാൻ വേണ്ടി പോയതല്ലേ? അതിൻ്റെ ഓഹരി പറക്കാൻ എന്തൊരു സാധനങ്ങളാണ് നിങ്ങൾ! നിങ്ങൾ മനുഷ്യന്മാരൊന്നും അല്ല, നിങ്ങൾ വേറെന്തോ ജീവികളാണ്. ട്രാക്കുള പോലത്തെ ഈ ജനങ്ങളിങ്ങനെ കഷ്ടപ്പെടുമ്പം നിങ്ങളെ കൊണ്ട് അവിടെ എന്താ ഒരു ഉപകാരം ഉണ്ടായേ? അത്രയും നേരെ ശല്യം ചെയ്തെന്നല്ലാതെ. നേരിട്ട് കൊടുത്താൽ അവർക്ക് കൈ കിട്ടുമല്ലോ, അന്തംകമ്മികളുടെ പോക്കറ്റിൽ പോകത്തില്ലല്ലോ. അതുകൊണ്ടാ
നേരിട്ട് അനുവദിക്കത്തില്ലെന്ന്. ഇവനെ ആദ്യം ഇറക്കി എന്നുണ്ടെങ്കിൽ ആ കേരളം നന്നാവും. എൻ്റെ പേര് അനൂപ് എന്നാണ്, കണ്ണൂർകാരനാണ്, ഇപ്പോൾ ഉള്ളത് വിദേശത്താണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടുമായി ബന്ധപ്പെട്ട വാർത്തകളും ട്രോളുകളും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടത്. 2018 പ്രളയം തൊട്ടുള്ള ദുരിതാശ്വാസ ഫണ്ടിലെ കണക്കുകളും മറ്റും കേട്ട് ഞെട്ടിയിരിക്കുന്ന സമയത്താണ് വിജയൻ വീണ്ടും തെണ്ടാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നത്. 231 കോടി സംതിങ്, ഏതാണ്ട് 232 കോടിയാണ് നിലവിൽ ബാക്കിയുള്ളത്. ആയിരക്കണക്കിന് കോടികളാണ് കിട്ടിയതിന് ശേഷമുള്ള ബാക്കി തുകയാണ് ഈ 231 സംതിങ് കോടി ഉള്ളത്. ആ തുകയാണ് ഈ വിജയനും കൂട്ടരും ചേർന്ന് FD ആയിട്ട് ഇട്ടിട്ട് പലിശ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇത് റൈറ്റ് ടു ഇൻഫർമേഷൻ വെച്ചുള്ള വിവരം അനുസരിച്ചുള്ള കണക്കാണിത്. ദുരിതാശ്വാസ ഫണ്ടിലെ പണം FD ഇട്ടിട്ട് തെണ്ടാൻ ഇറങ്ങുന്ന ഇവന്മാരെയൊക്കെ അടിച്ചൊടിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. പിന്നെ ഈ വിജയനെ പിണറായി വിജയൻ എന്ന് വിളിക്കുന്നതിന് എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഇതിലെ കേട്ടു, അടിപൊളി അവതരണം, അത് നല്ല മീനിങ് ഫുള്ളായിരുന്നു. ഞാൻ ജോണാണ് സംസാരിക്കുന്നത്. ഇത് ഈ ഉണ്ടായി കഴിഞ്ഞിട്ട് ഇത് ഒന്നോ രണ്ടോ അല്ലല്ലോ. 2018 ശേഷം ഉണ്ടാകുന്ന മഹാവിപത്തുകൾ, ഈ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോഴും ആ ഡാം എല്ലാം കൂടെ തുറന്നു വിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു കാര്യമാണ്. അതാരും അന്നും അഡ്രസ്സ് ചെയ്യുന്നില്ല, ഇപ്പോഴും പറയുന്നില്ല. വെള്ളപ്പൊക്കം ഉണ്ടായി, നാശനഷ്ടം ഉണ്ടായി, ഇത്ര പേര് മരിച്ചു. ഇപ്പോൾ ഇവിടെയും ഈ ഒന്നിൻ്റെ ട്രാജഡി ഉണ്ടായതും അതിൻ്റെ പുറകിലുള്ളതാരായിരുന്നു? ഈ മാഫിയ ബിഷപ്പുമാരല്ലയോ? അവരല്ലയോ അതിന് മുഖ്യ കാരണക്കാർ? അതാരും പറയുന്നില്ല. ഉണ്ടായി, പിന്നെ അതിൽ സ്ട്രാറ്റജി ഇല്ല, അല്ലെങ്കിൽ ക്രൈസിസ് മാനേജ്മെൻ്റ് ഇല്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ പിന്നെയും വിഷയം മാറ്റിവിട്ടു. അപ്പോൾ ഇത് അടിമുടി മാറാതെ ഇതിനകത്ത് യാതൊരു രക്ഷയുമില്ല. ഇത് നമ്മുടെ നാട്ടിൽ തുടർന്നുകൊണ്ടേയിരിക്കും, നമ്മളിത് അനുഭവിച്ചുകൊണ്ടേയിരിക്കും. കേരളത്തിലെ ജനങ്ങൾ ഒരിക്കലും ഇത് പഠിക്കത്തില്ല. കാരണം അങ്ങനെ ഒരു സംവിധാനമായിപ്പോയി അവിടെ. കാരണം വിവരം കെട്ടവന്മാരുടെ ഭരണവും വിവരം കെട്ട കുറേ ഉദ്യോഗസ്ഥന്മാരും. ഞാൻ ചോദിച്ചോട്ടെ, ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇരിക്കുന്ന ഏത് ഉദ്യോഗസ്ഥന് ഇതിനെപ്പറ്റി എന്തെങ്കിലും ധാരണയുണ്ടോ? ചുമ്മാ പുറംവാതിൽ കൂടിയും പാർട്ടി സഹാക്കന്മാരും, പിന്നെ ഇപ്പോൾ IAS പറഞ്ഞാൽ അവർക്കെല്ലാം അറിയണമെന്നുണ്ടോ? ഇല്ലല്ലോ. IAS അവർക്ക് ഭൂമിയിലുള്ള എല്ലാം അറിയണമെന്നൊന്നുമില്ല. പിന്നെ അങ്ങനെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള എത്ര ആൾക്കാരുണ്ട്? തന്നെയുമല്ല, നമ്മൾ ഈ ഇത്രയും സാറ്റലൈറ്റ് ഒക്കെ വിക്ഷേപിച്ച് അന്നൊക്കെ പറയുന്നത് കേട്ടു, എല്ലാം പ്രകൃതി ദുരന്തങ്ങൾ മുൻകൂട്ടി കാണാൻ പറ്റും. ഇനി പൈസ ഒക്കെ മുടക്കി എന്തുവിനാ? ഇങ്ങനെ ഞാൻ വായിച്ചപ്പം കേട്ടു, ചൈനയിലൊക്കെ അവിടെ സാറ്റലൈറ്റ് ഓരോ ഏരിയയിൽ എന്ത് കൃഷി ചെയ്യാൻ അവിടുത്തെ കൃഷിക്കാർക്ക് ഉപദേശം കൊടുക്കുന്നു, അതിലുള്ള ഡേറ്റാസ് കളക്ട് ചെയ്തിട്ട്. അങ്ങനെ അവരുടെ സാറ്റലൈറ്റ് സിസ്റ്റം എന്നൊക്കെ ഇങ്ങനെ വായിച്ചു. ഇവിടെ കേരളത്തിൽ പിന്നെ നമ്മൾ ഇന്ത്യയിൽ നിന്ന് മുടക്കി കോടിക്കണക്കിന് രൂപ, കോടാനുകോടിയിലൊക്കെ സാറ്റലൈറ്റും സാറ്റലൈറ്റ് സ്റ്റേഷൻസും വിട്ട റോക്കറ്റും ഒക്കെ പിന്നെ എന്ത് നിൻ്റെ ഗുണമായതുകൊണ്ടൊക്കെ ഉള്ളതാ? അതൊന്നും ആരും മെൻഷൻ ചെയ്യുന്നില്ല. എല്ലാവരും മരിച്ചു, ഇത്ര പേര് മരിച്ചു. തള്ളാനെ കൊണ്ട് കുറേ രാഷ്ട്രീയക്കാരും പറ്റിയൊരു മുഖ്യമന്ത്രിയും. ഇവരൊക്കെ തന്നെ ഈ നാടിൻ്റെ ശാപം. അതിനി ഇത് മാറ്റാനൊന്നും പറ്റത്തില്ല. ഇത് ഒന്നാമത്തെ കാരണം, ഇത് അഴിമതിയുടെ കൂത്തരങ്ങ. അത് ഈ തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ മുതൽ മേളി വരെ ഇതിൻ്റെ, നമ്മളിത് വാർത്ത കണ്ടില്ലയോ? റിപ്പോർട്ടർ ചാനലിൻ്റെ മുതലാളി മനം കൊള്ളക്കാരനെ മന്ത്രി പേരെടുത്ത് വിളിച്ചാണ് പരിചയപ്പെടുന്നത്. മനസ്സിലായില്ല? അത്രമാത്രം അധപ്പതിച്ചെടുത്ത് ഇത്രേ പൊട്ടിയുള്ളല്ലോ. തന്നെയല്ല, വെസ്റ്റേൺ ഘാട്ടെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റാണ്. എനിക്ക് തോന്നി, ഞാൻ 4ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഇങ്ങനെ 4ലോ 5ലോ പശ്ചിമഘട്ടമാണ് നമ്മളെ മൺസൂണിനെ നിയന്ത്രിക്കുന്നതൊക്കെ അന്ന് പഠിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഇന്ന് അതിനെ നമ്മൾ എത്ര തമാശയായിട്ടാണ് കാണുന്നത്. അതിനാരും പ്രാധാന്യം കൊടുക്കുന്നില്ല. എല്ലാം ഈ മാഫിയകൾ ഭരിക്കുന്നതാണ്. എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പം കുറേ കാശും പിരിച്ച് കുറേ പുട്ടു പഠിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഇത് അഡ്രസ്സ് ചെയ്തേണ്ടതിൻ്റെ മൂല കാരണമാണ്. ഇതിന് കാരണക്കാരാരാ? അവരെ നമുക്ക് എന്തെങ്കിലും ശിക്ഷിക്കാൻ വകുപ്പുണ്ടെങ്കിൽ, ഇതിൻ്റെ അടിസ്ഥാന ഉദ്യോഗസ്ഥന്മാരെ ശിക്ഷിക്കാൻ വകുപ്പുണ്ടെങ്കിൽ ഇത് വല്ലതും നടക്കും. അല്ലാതെ നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെൻ്റൊക്കെ ആവശ്യമായ എല്ലാം ഒരു ഡേറ്റ പോലും ഇല്ലല്ലോ. ഒരു പഞ്ചായത്ത് എത്ര ആളുണ്ട്? ഇന്നത്തെ ഈ ആധുനിക ലോകത്തിൽ ഒരു ഡേറ്റാബേസ് ഉണ്ടാക്കാൻ വലിയ പ്രയാസമാണ്.
ഒന്നും അസാധ്യമല്ല. പക്ഷേ ചെയ്യത്തില്ല. ചെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ട് ഇങ്ങനെ നിൻ്റെ ബ്ലണ്ടർ അടിക്കാനും ക്രെഡിറ്റ് എടുക്കാനൊന്നും പറ്റത്തില്ലല്ലോ. ഇപ്പം ഭരിക്കുന്ന ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ളതാണ്, കേരളത്തിന് വേണ്ടിയുള്ളതാണ്, അല്ലാതെ ഒരു പാർട്ടിക്ക് വേണ്ടിയുള്ളതല്ല. അവരുടെ ഉത്തരവാദിത്വം ആ ഒരു ജനതയെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത്. അല്ലാതെ കിട്ടുന്നത് മോട്ടിച്ചേച്ച് പൂട്ടടിച്ച് നടക്കുന്നതല്ല അവരുടെ ഉത്തരവാദിത്വം. അതിന് അവരങ്ങനെ ക്ലെയിം എടുക്കാനുള്ള അവകാശവും അവർക്കില്ല, അത് അവരുടെ ഡ്യൂട്ടിയാണ്. പക്ഷെ അതൊന്നും നമ്മുടെ നാട്ടിൽ നടക്കത്തില്ല. എല്ലാം രാഷ്ട്രീയവും കൊടിയും ഈ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ രാഷ്ട്രീയ കളിയും ഇതൊക്കെ നിർത്താതൊന്നും പറ്റത്തില്ല. ഇതിന് മൂല കാരണക്കാർ ഈ നമ്മൾ 2018 വെള്ളപ്പൊക്കത്തിൻ്റെ മൂല കാരണം എന്തുമായിരുന്നു? വിവരം കെട്ടവനെ ഉള്ള ഡാമിനോട് തുറന്നു വിട്ട്. ഇതിനു മുമ്പ് കേരളത്തിൽ എൻ്റെ ചെറുപ്പകാലത്തിലൊക്കെ 2 ആഴ്ച 3 ആഴ്ച 1 മാസമൊക്കെ കണ്ടിന്യൂസ് മഴ പെയ്ത് എനിക്ക് ഓർമ്മയുണ്ട്. 5ലും 6ലും 7ലും ഒക്കെ പഠിക്കുന്ന സമയത്ത് അത്രയും മഴയൊന്നും ഇവിടെ പെയ്തിട്ടില്ല. ചുമ്മാ ഡാമെല്ലാം കൂടെ തുറന്നു വിട്ടു, മുന്നറിയിപ്പില്ലാതെ സംഭവിച്ചില്ല. അതുപോലെ ഇപ്പോൾ ഇവിടെയും സംഭവിച്ചത് തന്നെയാണ്. ഈ ക്വാറിയും മണൽ മാഫിയയും പാറ മാഫിയയും പൊട്ടിച്ച് നശിപ്പിച്ച് നാശമാക്കി. മഴ പെയ്തു, നശിച്ചു. അതിന് കൂട്ടുനിന്ന കുറേ ആൾക്കാരുണ്ടല്ലോ, അവരെ വിളിച്ചത് കൊണ്ടുവരണ്ടേ നമുക്ക്. അല്ലാതെ ഇത് വെറുതെ അത് ഇങ്ങനെ ഈ മുകളിൽ പറഞ്ഞു പോയിട്ട് കാര്യമൊന്നുമില്ല. എങ്കിലും അവതരണം നല്ലതായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഗോ അഹെഡ്. ഞാൻ ഇങ്ങനെ പത്രത്തിൽ കണ്ട് ഒരു അക്കൗണ്ട് നമ്പർ കണ്ടു മംഗളത്തിൽ. അതിന് പ്രകാരം ഞാൻ 18,000 രൂപ അയച്ചു. ഇത് അവിടെ കറക്റ്റായിട്ടുള്ള അക്കൗണ്ടാണോ എന്ന് പോലും അറിയത്തില്ല. അതൊക്കെ അവർ ഉപയോഗിക്കുമോ അതോ അവർ പോക്കറ്റിലിടുമോ എന്താണെന്നും അറിയത്തില്ല. ഞാൻ വരാപ്പുഴ സ്വദേശിയാണ്, എറണാകുളം ജില്ല. ഇപ്പൊ ഈ വയനാടുണ്ടായ ഈ സംഭവങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇതേപോലെ അല്ലേ എല്ലാവരും മുഴുകി മൂടാൻ പോണത്. ശരീരഭാഗങ്ങൾ മുല്ലപ്പെരിയാർ പൊട്ടിയാലുണ്ടാകുന്ന സംഭവം. ഇത്ര അപകടാവസ്ഥയിലൊരു അണക്കെട്ട് വെച്ചുകൊണ്ട് നമ്മുടെ ജീവനെ വിലപേശിയിരിക്കണ ഈ സർക്കാരിനെതിരെ ഒന്നും ചെയ്യാൻ നിങ്ങളെ കൊണ്ടൊന്നും പറ്റൂലേ? ഇതിനൊന്നും വേണ്ടി ഇറങ്ങാൻ പറ്റൂലേ? ഞങ്ങളൊക്കെ ജീവൻ പേടിച്ചെന്ന് പറഞ്ഞു. ഇപ്പൊ ഞങ്ങളൊക്കെ എറണാകുളം ജില്ലയുടെ ഏതാണ്ട് കടലിന്റെ ഒക്കെ ഇപ്പൊ വരാപ്പുഴയെന്ന് പറഞ്ഞ അറ്റമാണ് പെരിയാർ ഒഴുകി പോണത്, ഞങ്ങളുടെയൊക്കെ അടുത്ത് കൂടിയാണ്. അപ്പൊ എങ്ങനെ പോയാലും ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 10-15 നില കെട്ടിടത്തിന്റെ മണ്ണിനടിയിൽ പോകും എന്നാണ് പറയുന്നത്. അപ്പൊ അതുവരെ കാത്തിരുന്ന് ഇങ്ങനെ ദുരിതാശ്വാസം കൊടുക്കാൻ വേണ്ടിയിട്ടാണോ ഇതൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പൊ ഈ ഇത്തരം സാധനങ്ങളുടെ നിർമ്മിതി അത്രയും പക്കയാണ്, അല്ലെങ്കിൽ അത് അത്ര സ്ട്രോങ് ആണ്. അന്നത്തെ കാലത്ത് ടെക്നോളജി വെച്ച് ചെയ്തേക്കണ ഈ ഒരു സാധനം ടെക്നോളജിയേ ഇല്ല. അപ്പൊ അന്ന് ചെയ്തു വെച്ചേക്കുന്ന സാധനം ഇത്രയും വെള്ളം താങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഈ ടെക്നോളജി നമുക്ക് ഉപയോഗിച്ചാൽ പോരെ? 19 വർഷത്തെ ഒരു വീടിന്റെ ആയുസ് മാത്രമുള്ള ഒരു വീടൊക്കെ പണിയുമ്പോഴത്തേക്ക് എന്തുമാത്രം കമ്പി സിമെന്റ് സാധനങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതൊക്കെയാണ് ഞങ്ങൾക്ക് ഒറ്റക്കൊന്ന് ഇറങ്ങിയത് വല്ലതും ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ മീഡിയക്കാർക്കല്ലേ ഇതൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. എന്തുകൊണ്ട് ഇതൊന്നും നിൽക്കാൻ പറ്റണില്ല? ഇപ്പൊ എവിടെയെങ്കിലും ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് 2-3 ദിവസത്തേക്ക് ഒരാഴ്ചത്തേക്ക് ഒരു വാർത്ത ഉണ്ടാക്കി. ഇപ്പൊ ഒരാള് മണ്ണിനടിപ്പെട്ടു പോയതിന് അന്ന് വാർത്തകളില്ലാതിരുന്നുകൊണ്ട് അതിന്റെ പിന്നാലെ, അത് കഴിഞ്ഞിപ്പോ ഇത്രയും പേര് ഒരു ഇത് വന്നപ്പോഴത്തേക്ക് അതിന്റെ പിന്നാലെ ഇങ്ങനെ നടന്നിട്ട് എന്ത് കാര്യം ഇരിക്കണം? ഇതെന്തായാലും നമുക്ക് വരാനിരിക്കുന്ന ഒരു ദുരന്തമാണ്. ഈ ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാൽ ഏത് ജില്ലയിലുള്ളവരും ഇവിടെ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാവരെയും ഇത് നേരിട്ടല്ലാതെയൊക്കെ ബാധിക്കും. അപ്പൊ പിന്നെ ഇത് നാശം വരെ നോക്കിയിരിക്കണത് എന്താണെന്നാണ് ഞങ്ങൾക്കാർക്കും മനസ്സിലാകാത്തത്. ഞങ്ങളെപ്പോലുള്ള മനുഷ്യരുടെ പ്രതീക്ഷ ഇനി നിങ്ങളിൽ മാത്രമാണ്. ഇതിന്റെയൊക്കെ പേരിൽ മേടിച്ച് അത് എന്റെ കൈക്കൂലികളും അത് ആദായമായിട്ടൊക്കെ മേടിച്ച് തിന്നവരൊന്നും ഏതായാലും ഒന്നിനും അനങ്ങാൻ പോണില്ല. അവർക്ക് പുറത്തും മിണ്ടാനും പറ്റൂല. ഇതിലൊന്നും പങ്കാളിയാകാത്തവർക്ക് മാത്രമല്ല ഇതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. സാറേ, ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് വിളിക്കുന്നത്. എന്റെ പേര് രഘു പള്ളിയിൽ. ഞാനും എന്റെ ഭാര്യയും ഭിന്നശേഷിക്കാരനാണ്. 71 വയസ്സായി എനിക്ക്. വയനാട് ഒരു ദുരിതം നടന്നു. ഈ ദുരിതം നടന്നതിൽ ഈ പിണറായി വിജയൻ ഇവൻ ഒരുപാട് മുതലെടുക്കാൻ നോക്കുകയാണ്. അവിടുത്തെ ജനങ്ങൾ ഒരുപാട് മരിച്ചിട്ടുണ്ട്. മണ്ണിനടി കുഞ്ഞുകുട്ടികള്, ചേച്ചിമാര്, അമ്മമാര്, നമ്മുടെ സഹോദരന്മാരൊക്കെ മരിച്ചു പോയിട്ടുണ്ട് ഒരു ദുരിതത്തില്. അപ്പൊ ഇയാൾ മുതലെടുക്കാൻ നോക്കുകയാണ്. ഈ കേരളത്തിലെ മുഴുവൻ മലയാളികളും വിദേശികളും സ്വദേശികളുമായ ഒരുപാട് പല രാജ്യത്തു നിന്ന് ആൾക്കാരും സംഭാവനകൾ കൊടുക്കുമെങ്കിൽ നേരിട്ട് അവരെ കണ്ട് ദുരിതം അനുഭവിക്കുന്ന ആൾക്കാരുടെ നേരിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. 2018 ഡാമുകൾ മുഴുവൻ തുറന്നുവിട്ട് ജനങ്ങളെ മുഴുവൻ മുക്കിക്കൊന്നാണ് പിണറായി വിജയൻ. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഈ ലോകമെമ്പാടുമുള്ള മലയാളികളും മറ്റെല്ലാ ആൾക്കാരും വയനാട് ദുരിതമുണ്ടായ ആ സ്ഥലത്തെ നേരിട്ട് കൊണ്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. മുഴുവൻ ജനങ്ങളും ഈ ലോകത്തെമ്പാടുമുള്ള എല്ലാ ജനങ്ങളും ദുരിതാശ്വാസം നേരിട്ട് അവരെ ഏൽപ്പിക്കുന്നതായിരിക്കും നല്ലത്. പിണറായി വിജയൻ ഈ മുഖ്യമന്ത്രി ഒരു കാര്യം ഏൽപ്പിക്കരുതെന്ന് മാത്രമേ എനിക്ക് എല്ലാ ജനങ്ങളോടും ഈ ലോകത്തെ സകല ജനങ്ങളോടും എനിക്ക് പറയാനുള്ളൂ. ഇത്ര ജനങ്ങൾ മരിച്ചില്ലേ?
അതിൽ മേലാണ് എൻ്റെ ജീവൻ. എന്നെ അറസ്റ്റ് ചെയ്യട്ടെ. ഞാനും എൻ്റെ ഭാര്യയും ഭിന്നശേഷിക്കാരനാണ്. എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോക്കോട്ടെ. ഇനി ജയിലിൽ പോയി കഴിയാമല്ലോ. 2018 വെള്ളപ്പൊക്കം വന്നപ്പോൾ ഓരോ വാർഡിൽ നിന്ന് 50,000 60,000 പിരിച്ചതാണ്. പിരിച്ചിവർ ഈ കാശ് എന്ത് ചെയ്തു? കുടുക്ക പൊട്ടിച്ചും മറ്റെല്ലാം കൊടുത്തില്ലേ? ഇവരുടെ പാർട്ടിക്കാർക്ക് ചാലക്കുടിയിൽ ഒരു വീട്ടിലൊരു CPM കാരണം 10,000 രൂപ വെച്ച് ഇവർ 3 പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. 10,000 രൂപ വെച്ച്. ഇത്രയും പേര് മരിച്ചില്ലേ സാറേ? നമ്മുടെ സഹോദരന്മാരല്ലേ? എന്നിട്ട് ഇയാൾക്ക് പിരിവ് വയ്ക്കാൻ നാണമില്ലേ ഈ ലോകത്ത്? എന്തിനാ സാറേ ദുരിതാശ്വാസ നിധിയിലേക്ക് എന്തിനാ സാറേ ഇത് പിരിവ് കൊടുക്കുന്നത്? എന്തിനാ നമ്മൾ? പക്ഷെ എനിക്ക് മാർഗമില്ല. മാർഗം ഉണ്ടെങ്കിൽ ഞാനൊരു 10,000 ഉറുപ്പ്യ ഞാനത് നേരിട്ട് ഞാൻ വികലാംഗ വണ്ടിയുണ്ട്, ഞാൻ പതുക്കാലും ഓടിച്ചിട്ടായാലും വയനാട് എത്തുമായിരുന്നു. പക്ഷേ എന്നോട് നിർവാഹമില്ല. 10 പൈസയില്ല. ഞങ്ങൾക്ക് പെൻഷൻ കിട്ടിയിട്ട് കുറേ കാലമായി. 1 മാസം പെൻഷൻ കിട്ടിയിട്ടുള്ളൂ. ഇവിടെ തൃശ്ശൂർ ജില്ലയിൽ 29,000 കെട്ടിട തൊഴിലാളികളുണ്ട്. ഏതാ ബിൽഡിംഗ് തൊഴിലാളികൾ. ഇവർക്കൊന്നും പൈസ കൊടുത്തിട്ടില്ല. 10, 13, 14 മാസം പെൻഷൻ കൊടുക്കാറുണ്ട്. അവർക്കൊന്നും കൊടുത്തില്ല. ഞങ്ങൾ ആ ദുരിതത്തിലാണ്. 10,000 രൂപയുടെ മുകളിൽ ഒരു മാസം ഞങ്ങൾക്ക് മരുന്നിനാവും സാറേ. മനസ്സിലാവുണ്ടോ? ഇതിലും ഭേദം മരിക്കുകയല്ലേ. ഇവർക്ക് പൈസ കൊടുക്കരുത്. ഞാൻ ഇനിയൊരു സത്യം കൂടെ പറയട്ടെ. എനിക്കൊരു മോനാണ് ഉള്ളത്. പക്ഷെ ഈ പിണറായി വിജയന്റെ ഭരണം തുടങ്ങിയ പിന്നെ എന്ന് സെക്രട്ടേറിയറ്റിൽ ഇദ്ദേഹം കാലെടുത്ത് കുത്തിയോ അന്ന് മുതൽ ഞങ്ങളുടെ കുടുംബം നശിച്ചു. എൻ്റെ മോൻ ഇപ്പോൾ മുതുകുടിയനാ. ഞങ്ങൾക്ക് ജീവിക്കാൻ മാർഗമില്ല. അവൻ്റെ ഒരു ലോറി തൊഴിലാളിയാണ്. അതായത് ഒരുപാട് ബീവറേജ് തുറന്നു വെച്ചിട്ടുണ്ട്. ഞാൻ പറയട്ടെ സാറേ, ഇവിടെ പുന്നമ്പറമ്പ് സ്കൂളുണ്ട്. ഈ സ്കൂളിൽ മയക്കുമരുന്നും കഞ്ചാവും ഒക്കെ വെക്കുക. ഈ പിണറായി വിജയന്റെ ഭരണകാലത്ത് സകല സ്കൂളിലും എല്ലാ സ്കൂളിലും എല്ലാ സ്ഥലത്തും കഞ്ചാവും മയക്കുമരുന്നും അടിമ. ഇവരുടെ ആൾക്കാർ തന്നെ ഇവിടെ ബ്രാൻഡ് വെക്കുന്നുണ്ട്. ഞാൻ കെട്ടിത്തൂങ്ങിയ കിണറ്റിലെവിടെ ചത്താലും വേണ്ട. പോലീസ് വന്നാൽ ഞാൻ അപ്പം കെട്ടിച്ചാടും. എനിക്ക് പേടിയൊന്നുമില്ല. ചത്തോട്ടെ. 71 വയസ്സായാലും സാറേ. നമ്മുടെ സഹോദരന്മാര്, അമ്മമാര്, അച്ഛന്മാര്, പാവപ്പെട്ട എല്ലാവരും മരിച്ചു പോയില്ല. അതിമീതം ഉണ്ടെന്ന് പറയാം ഞാനൊക്കെ. ഒരു പൈസ ഇന്ത്യയിലെ ഒറ്റ ആൾക്കാരും ഇയാൾക്ക് തള്ളാൻ മാത്രമേ അറിയുള്ളൂ. ഒരാൾക്കാരും ഒരു പൈസ കൊടുക്കരുത്. വയനാട് നേരിൽ ചെന്ന് എവിടെയാണ് ഇത് നടന്നു വെച്ചാൽ അവരെ കണ്ടിട്ട് അവരെ ഏൽപ്പിക്കുക. സകല ആൾക്കാരും അത് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. പ്രതികരണങ്ങൾ തുടരും. ഇനിയും പ്രതികരണങ്ങൾ അറിയിക്കുവാനുള്ളവർക്ക് താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിൽ ഞങ്ങളെ വിളിക്കാവുന്നതാണ്. i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ്, പ്രതികരിക്കാനൊരിടം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.